Hi friends, എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഞാൻ ഇന്ന് എഴുന്നേറ്റ് വന്ന് ഇച്ചിരി താമസിച്ചു പോയി. നമുക്ക് പെട്ടെന്ന് അതുകൊണ്ട് തന്നെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാം. സുരേഷ് ഓൾറെഡി എഴുന്നേറ്റ് വന്നിട്ടുണ്ട്. എന്തായാലും ഇഷ്ടം മിക്കവാറും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ചാൻസ് ഉണ്ട്. കാരണം ഞങ്ങളെല്ലാം നന്നായിട്ട് കിടന്ന് ഉറങ്ങിപ്പോയി. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ബ്രെഡ് കൊണ്ട് ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാം. 2 മിനിറ്റിൽ ഒരു ബ്രേക്ക്ഫാസ്റ്റ്. അപ്പം അതിന് വേണ്ടി ഞാനിവിടെ എടുക്കാൻ പോകുന്നത് ബ്രൗൺ ബ്രെഡാണ് കേട്ടോ. നമുക്കിവിടെ യു കെയിലുള്ളവർക്കാണെങ്കിൽ ഒരുപാട് തരത്തിലെ ബ്രെഡുകൾ കിട്ടും കേട്ടോ. ഇതിനകത്ത് നട്ട്സ് ഉള്ളത് അല്ലെങ്കിൽ സീഡ്സ് ഉള്ളത് പല ടൈപ്പിലെ നമുക്കിവിടെ കിട്ടാറുണ്ട്. അപ്പോൾ ഇതിവിടെ ഞാൻ ഉപയോഗിക്കുന്ന ബ്രൗൺ നിങ്ങൾക്ക് കിട്ടുന്ന ബ്രെഡ് എടുക്കുക. ഞാനിത് ടോസ്റ്റ് ചെയ്യാൻ പോവാണ്. ഞാനതിന് വേണ്ടി ഇവിടെ ടോസ്റ്ററിൽ ഇട്ട് കൊടുക്കുന്നു. കണ്ടോ, ഞാനിവിടെ ടോസ്റ്ററിലിട്ടാണ് ഇതിനെ ടോസ്റ്റ് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾക്ക് ഇനി ടോസ്റ്റർ ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ പാനിനകത്ത് നമ്മൾ സാധാരണ തിരിച്ചു മറിച്ചു വിട്ട് ഒന്ന് എടുക്കുക. നിങ്ങൾക്ക് ഇപ്പോൾ ടോസ്റ്റർ ഇല്ലാത്തവരാണെങ്കിൽ നമ്മൾ ബ്രെഡ് ഇതുപോലെ ഇട്ട് കൊടുക്കുന്നു. ഇതിന്റെ ലാസ്റ്റ് പീസ് ബ്രെഡ് ഇതുണ്ടോ. ഇങ്ങനത്തെ വരുമ്പോൾ ആൾക്കാർക്ക് ചിലപ്പോൾ തിന്നാൻ ഇഷ്ടമില്ല. ഇതൊക്കെ ഇതിന് നമുക്ക് ഇങ്ങനെ ചെയ്യാമെങ്കിൽ എത്ര നല്ലതെന്നറിയാമോ. നിങ്ങൾക്ക് ഇതിന്റെ കൂട്ടത്തിൽ ബട്ടർ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇച്ചിരി ബട്ടറുടെ തൂത്താൽ ഒന്നുകൂടെ ടേസ്റ്റ് ആയിരിക്കും. ഒത്തിരി അങ്ങ് പൊതിയല്ലേ, ശക്കലം ഒന്ന് തേച്ചതിന് മാത്രം എടുക്കാം കേട്ടോ. ചെറുതായിട്ട് നമുക്ക് ഇതിനെ ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാം. ഇതിനകത്ത് വരുമ്പം പെട്ടെന്നാവും. അപ്പോൾ നമ്മുടെ ടോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. അതിനെ ഞാനിവിടെ എടുത്ത് കേട്ടോ. ടോസ്റ്റ് നന്നായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇച്ചിരി ബട്ടർ ആഡ് ചെയ്യാം. നോക്കി, എൻ്റെ ബട്ടർ ഇവിടെ തീരാറായി. പ്യുവർ ബട്ടർ ഇത്. അത് നമുക്ക് ശക്കലം, ഒത്തിരി ഒന്നും വേണ്ട, ശകലം ഒന്ന് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. വേണമെങ്കിൽ ഇതല്ല കട്ട പിടിച്ചായിരിക്കുന്നത്. പ്യുവർ ബട്ടറിന് ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ട്. ഓക്കെ, ഇതിനെ രണ്ടിനെ നമുക്ക് ഇതുപോലെ ഇത്ര മാത്രമാണ് നമ്മൾ ചെയ്യുന്നത്. ഇതിനെ ഒന്ന് ടോസ്റ്റ് എടുക്കുക. നമ്മൾ 4 പീസും റെഡി ആയിട്ടുണ്ട്. അതിനുശേഷം രണ്ട് നമ്മുടെ മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കുക. ഇതുണ്ടോ, മിക്സിയിലേക്ക് ജസ്റ്റ് ഇട്ട് കൊടുക്കുക. ഇത് പെട്ടെന്ന് അങ്ങ് ആയിക്കോളും. ഇതുണ്ടോ, ചെറിയ പീസായിട്ടൊന്ന് ഇതുപോലെ കീറിയിടുക. ഇതിലേക്ക് നല്ല ഫ്രഷ് തേങ്ങാപ്പീര ഇട്ട് കൊടുക്കുക കേട്ടോ. ഫ്രഷ് തേങ്ങാപ്പീര ഇതുപോലെ ചിരകിയത് ഇട്ട് കൊടുക്കുക. നിങ്ങൾ തേങ്ങയെന്ന് പറിച്ച് ഫ്രഷായിട്ട് ഇടുമ്പോൾ അതിന് ടേസ്റ്റ് കൂടും. ഇതത്ര ഫ്രഷ് അല്ല. ഇതിലേക്കൊരു കുഞ്ഞു നുള്ളു ജീരകം, ദേ കുഞ്ഞു നുള്ളു വിരലെണ്ണാൻ മാത്രം ജീരകം ഇട്ട് കൊടുക്കുക. പിന്നെ നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള മധുരം ഇതിലേക്ക് ചേർക്കാം. ഞാൻ ഷുഗറാണ് ഇവിടെ ചേർക്കുന്നത്. നിങ്ങൾക്ക് ബ്രൗൺ ഷുഗർ ചേർക്കാം. അത് നിങ്ങളുടെ ഇഷ്ടത്തിന് ഞാൻ വിട്ടു തരുവാണ്. അത്യാവശ്യം ഇച്ചിരി ഷുഗറും ചേർത്തു. നമ്മുടെ ബ്രെഡിന് മധുരം ഇല്ലാത്ത ബ്രെഡാണ് കേട്ടോ. ഇത്ര ചേർത്തതിന് ശേഷം നമുക്കിതിനൊന്ന് ഒതുക്കിയെടുക്കാം. മിക്സിയിൽ നോക്കി നിന്ന് വേണം, അല്ല കറക്കി അങ്ങ് വിടരുത്. നോക്കി നിന്ന് പെട്ടെന്ന് ഇതിനെ ഒന്ന് ഒതുക്കിയെടുക്കുക. അപ്പം നമുക്കിതിനെ എങ്ങനെ ആയിരുന്നു കണ്ടു നോക്കണ്ടേ? ഇതാ നോക്കിക്കേ, എത്ര ഭംഗിയായിട്ട് ഇത് വന്നേക്കുന്നത് നോക്കി. ഞാൻ കയ്യിലെടുത്ത് കാണിക്കാം കേട്ടോ. ഇതാ നല്ല ഭംഗിയായിട്ടുണ്ട്. ഇനിയിപ്പോൾ ബ്രെഡ് കഴിക്കാൻ മടിയുള്ളവർക്കും പെട്ടെന്നൊരു സ്പെഷ്യൽ ഡിഷ് എന്നുള്ള രീതിയിൽ ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. നമുക്ക് 2 അല്ല 3 മിനിറ്റ് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയോ, നമുക്കൊരു സ്നാക്കായിട്ടോ 4 മണി പലഹാരമായിട്ടോ എന്തിനു വേണേലും നമുക്കിത് ഉപയോഗിക്കാം കേട്ടോ. കൊടുത്തങ്ങ് സുരേഷ് പുറത്തിരിപ്പുണ്ട്. നമുക്കിതിനെ പല രീതിയിൽ കഴിക്കാൻ പറ്റും കേട്ടോ. നമുക്കിപ്പോൾ ഷുഗർ ഇട്ട് ഇതിൻ്റെ കൂടെ ബനാന കൂട്ടി കഴിക്കാം. നമുക്ക് കറി കൂട്ടി വേണമെങ്കിലും കഴിക്കുന്നതിന് കുഴപ്പമില്ല. എന്തായാലും ഇത് സുരേഷിനോട് കൊടുക്കാം. ദൈവമേ, ഈ ഇതേത് സായിപ്പ ഇവിടെ കരിഞ്ഞു പോകും സായിപ്പേ. എന്താ കേട്ടോണ്ടിരിക്കണേ? ഞങ്ങളാരും ഇല്ല, തന്നെ വന്നിരിക്കുന്നൊരു ഉദ്ദേശം തന്നെ. നമുക്കിവിടെ നിന്ന് ശരിയാക്കി എടുക്കണം. നമുക്ക് ഇത്ര ഏരിയ ഇതുണ്ട്. ഇവിടെയാണല്ലോ എൻ്റെ കൂടുതൽ വീഡിയോസും കാര്യങ്ങളും ചെയ്യുന്നത്. അതുകൊണ്ട് ഇത്ര ഏരിയ നമുക്കൊന്ന് ഭംഗിയാക്കി എടുത്താലോ എന്നൊരാഗ്രഹം ഇല്ലാതെയില്ല. നമുക്ക് അതിനെ ഒന്ന് ചെയ്തെടുക്കണം അല്ലേ? നിങ്ങൾക്ക് എന്നാ തോന്നുന്നത്? നമുക്കിതൊന്ന് സ്റ്റൈലാക്കിയാലോ? ചെയ്യാനുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. ഈ മടിയൊന്ന് മാറ്റിയാൽ മതി. നമുക്കൊരു കൊച്ചു വീഡിയോ ആക്കുകയും ചെയ്യാം. ഒരു രസം. സമയം കിട്ടാത്തതുകൊണ്ടാണ് നമുക്കൊന്ന് ചെയ്യാൻ എനിക്കും തോന്നുന്നു സുരേഷേ. ഭയങ്കര ടേബിളൊക്കെ ആക്കിയാലോ, അടിപൊളിയാണല്ലോ. ചക്കര കഴിച്ചേ. ഇല ഇറങ്ങുന്നത് കാണുന്നത് എനിക്ക് സഹിക്കാൻ വയ്യ. നല്ല അവലസ് പൊടി കഴിക്കുന്ന പോലെ ഇരിക്കണ്ട. എൻ്റെ സജഷൻ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അകത്ത് കുറച്ച് ഒരു ക്രഞ്ചിനെസ് കിട്ടാൻ വേണ്ടി നമ്മുടെ തേങ്ങാക്കൊത്ത് വറുത്തരച്ചിടുകയാണെങ്കിൽ വറുത്തരച്ചോ സോറി വറുത്ത് തേങ്ങക്കൊത്ത് വറുത്തിട്ട് ഇടുകയാണെങ്കിൽ എനിക്കിഷ്ടമാണ്. ഇഷ്ടപ്പെട്ടോ? നല്ലതാണേ, ഇഷ്ടപ്പെട്ടോ? ഇതിനോട് കറി പോയാൽ എങ്ങനെ ഇരിക്കും? എനിക്കിഷ്ടമില്ല. എനിക്ക് എന്നോട് കറി കൂട്ടി കഴിക്കാനാണ് തോന്നുന്നത്. ഇത് നമ്മുടെ നാട്ടിലെ വൈറ്റ് ബ്രെഡ് അല്ല. വൈറ്റ് ബ്രെഡ് ഭയങ്കര സോഫ്റ്റാണ്. ഇത് ബ്രൗൺ ബ്രെഡാണ്. കറിയുടെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. എനിക്ക് പക്ഷേ കടല കൂട്ടി കഴിച്ചാൽ പോലും നല്ലതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. കടല കൂട്ടി കഴിക്കുകയാണെങ്കിൽ പിന്നെ ഇതിന് മധുരത്തിൻ്റെ ആവശ്യമില്ല. മധുരം വേണ്ട. അപ്പം നിങ്ങളിപ്പോൾ കറി കൂട്ടി കഴിക്കുന്നവരാണെങ്കിൽ മധുരം ഇല്ലാതെ കഴിക്കണം. ഇത്ര എനിക്ക് വേണ്ട, ഭയങ്കര ഹെവി ആയത്. ഞാൻ ഇച്ചിരി കഴിക്കാം. ഞാനും കഴിക്കാം.
അപ്പം ഹെവി ഫുഡാണ് കേട്ടോ. നന്നായി. ഇത് 4 ബ്രെഡാ കൂട്ടാ. ഇത് നല്ലതേ. ഇഷ്ടപ്പെട്ടോ? ഞാൻ ഭയങ്കര പൊക്കത്തിനുള്ള നീ ഇതിന്റെ പകുതി നീ എടുത്തു, എനിക്ക് വേണ്ട. ഇച്ചിരി തിന്നാം. ചായ എന്തി? ചായ ഓൾറെഡി യു ഹാഡ് ഇറ്റ്. അതുകൊണ്ട് കാര്യമല്ലോ, ചായ ഒരെണ്ണം കൊണ്ടുവാ. എനിക്ക് ചായ ഇല്ലാതെ എങ്ങനെയാണ് ഇത് കഴിക്കണേ? നീ രാവിലെ ഒരു ചായ കുടിച്ചോണ്ടായിരുന്നു സുരേഷ് ഞാൻ ചായ തരാം. അതിനിപ്പോ എന്നാ, ഇത് പേടിപ്പിക്കുന്ന പരിപാടിയാണിത്. ഇത് ഭീഷണിപ്പെടുത്തുന്ന പരിപാടിയാണ്. രാവിലെ ഒരു ബ്രേക്ക്ഫാസ്റ്റിന് ചായ തരാത്ത ക്രൂരിയായ ഒരു ഭാര്യ. ചുമ്മാതാണ്. രാവിലെ എല്ലാവരും താമസിച്ച് വന്നു. സുരേഷ് പിന്നെ ഡ്യൂട്ടിക്ക് പോകുമ്പോൾ ഞങ്ങൾ ആരും ഉണർത്താതെ തന്നെ ഡ്യൂട്ടിക്ക് പോകുന്ന വ്യക്തിയാണ്. തന്നെ എന്തെങ്കിലും കഴിച്ചിട്ട് പോവും. ആ ഒരു ശീലം. ചിലപ്പം ഇപ്പം ആരെങ്കിലും ഉറങ്ങുവാണെങ്കിൽ സുരേഷ് അങ്ങനെ ഡിസ്റ്റർബ് ചെയ്യാറില്ല. ഉറങ്ങിക്കോട്ടെന്ന് വിചാരിക്കും കേട്ടോ. നമ്മളൊന്നുകൂടെ ഒന്ന് സൂചിപ്പിച്ച് അവിടെ കിടത്തി ഫാനൊക്കെ ഇട്ട് ഒന്ന് കവർ ചെയ്ത് അങ്ങനെ 2 പില്ലോയും അപ്പുറത്തും ഇപ്പുറത്തും വെച്ച് തടയൊക്കെ ഇട്ട് അനങ്ങി പോരുതെന്നുള്ള രീതിയിൽ അങ്ങനെ ഇട്ടിട്ടാണ് സുരേഷ് സാധാരണ പോവാറ്. അത്ര നേരം സൗകര്യം കിട്ടില്ലെന്ന് വിചാരിച്ചാൽ തോന്നുന്നത്. അപ്പം ഞാൻ സാധാരണ എഴുന്നേറ്റ് വരുവാണെങ്കിൽ ഞങ്ങൾ ഒരുമിച്ച് ബ്രേക്ക്ഫാസ്റ്റ് എന്തെങ്കിലും കഴിക്കും. ഇന്ന് നേരത്തെ ഇരുന്ന് ഞാനവിടെ കിടന്ന് ഉറങ്ങിപ്പോയി. സത്യം പറഞ്ഞാൽ കണ്ണ് തുറന്നെങ്കിലും വീട്ടിൽ ഉറങ്ങിപ്പോയി. അപ്പോൾ ഇഷ്ടമാണ് ഓൾറെഡി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് ചായ കുടിച്ചിരിക്കുക. ഞാൻ ചായ കൂടി കഴിഞ്ഞ കേട്ടോ. അപ്പോഴത്തേക്കാണ് ഞാൻ വരുന്നത്. അപ്പോൾ ഞാൻ തന്നപ്പോൾ ഇങ്ങനെ ഒരു കാര്യം ചെയ്യാന്ന് വിചാരിച്ചു. ടേസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞ് കൊണ്ടുവന്ന ഹെവിയാ കേട്ടോ. ഞാൻ പക്ഷെ 4 ബ്രെഡേ ഉള്ള എക്സ്പെഷ്യലി കൂട്ടായത് ബ്രൗൺ ബ്രെഡ് ആയണ്ട. കണ്ടാൽ ബ്രെഡാണ് തോന്നുന്നത്, അത്രയും കഴിക്കാൻ പറ്റത്തില്ല. അത് തന്നെ. ബ്രൗൺ ബ്രെഡാണ് നല്ലത് കേട്ടോ. വൈറ്റ് ബ്രെഡ് അത്ര ഹെൽത്തി ആയിരിക്കത്തില്ല. അതുകൊണ്ട് വൈൻഡപ്പ് ചെയ്യാം എല്ലാവരും. ഞാൻ ഇത്ര ഫ്രണ്ടിലോട്ട് കയറുന്ന വീഡിയോ എടുക്കുമ്പോൾ പ്രശ്നം എന്താ പറയുക, ഇത് നല്ല പൊങ്ങിയ കസേരയാണ്. സുരേഷിനെല്ലാം പൊക്കം തോന്നും. യു ആർ ഓൺലി സ്മോൾ നൗ. അതെ. അപ്പോൾ എല്ലാവരും ചോദിക്കും അനിയനാണോ മോനാണോ എന്നൊക്കെ ഇനിയിപ്പോൾ ചോദിക്കുമായിരിക്കും. അതെ. അതുപോലെ ഞാൻ അടുത്തിരിക്കുന്നവരും എൻ്റെ മുഖം എന്ന് വെച്ച് കഴിഞ്ഞാൽ വട്ടം മുഖമാകുമ്പോൾ ഒന്നുകൂടെ ഇങ്ങനെ ഇരിക്കും. പക്ഷെ ക്യാമറ കള്ളം പറയാറില്ലെന്നാ പറയുന്നത്. അങ്ങനെയാണ് എൻ്റെ അവസ്ഥ. എന്ത് ചെയ്യാൻ പറ്റും? ഇനിയിപ്പോൾ അങ്ങനെയൊക്കെ പറയുമായിരിക്കും. അപ്പം വേറൊന്നും പറയാനല്ല, നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിനെ പറ്റി പറയാമെന്നാണ്. നല്ലതായിട്ടുണ്ട്. നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക. പെട്ടെന്ന് ചെയ്യാൻ കേട്ടോ. 2-3 മിനിറ്റ് കൊണ്ട് സംഭവം റെഡിയാണ്. കറിയൊക്കെ ഉണ്ടെങ്കിൽ കഴിക്കാം. എനിക്ക് കറി കൂട്ടി കഴിക്കാൻ സത്യം പറഞ്ഞ ഇഷ്ടം. നിങ്ങൾ കറി ഉപയോഗിക്കുന്നവർ പഞ്ചസാര ഉപയോഗിക്കുമായിരിക്കും. അത്ര മാത്രം നിങ്ങൾ നോക്കിയാൽ മതി കേട്ടോ. അപ്പോൾ എന്തായാലും ട്രൈ. ഞാൻ ഇതിനെപ്പറ്റി ഇങ്ങനെ ചെയ്യണമെന്ന് വിചാരിച്ചിരുന്നപ്പോഴേക്കാണ് നമ്മുടെ ലക്ഷ്മിധാരൻ്റെ ബ്ലോഗിനകത്ത് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് കണ്ടത്. എന്നാൽ പിന്നെ ഇന്ന് തന്നെ ഇതങ്ങ് തട്ടിയേക്കാന്ന് വിചാരിച്ചാൽ കിട്ടുന്നേ ഉള്ളൂ. സോ അങ്ങനെയാക്കി എന്തായാലും സംഭവം റെഡി. ഇങ്ങനെ പറയാനുള്ള കൂട്ടം. ഓക്കെ. അപ്പം അടുത്ത എപ്പിസോഡിൽ അപ്പോൾ നമുക്ക് വീണ്ടും നല്ലൊരു കാര്യമായിട്ട് കാണാം. അടുത്ത എപ്പിസോഡിൽ കാണാം. അതുവരേക്കും ബൈ.